റിപ്പോർട്ട് ഇത്രയും വൈകാനുള്ള കാരണം എന്താണ്? വൈകാനുള്ള കാരണം എനിക്കറിയില്ല. പക്ഷേ കുറെ നാളുകളായിട്ട് ഇത് പുറത്തു വിടണമെന്നുണ്ടായിരുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ 4 വർഷത്തോളമായില്ലേ? അതെ, വൈകേണ്ട റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മനസ്സിലായി. അത് എന്തുകൊണ്ടാണ് ഇത്രത്തോളം വൈകിപ്പിച്ചത് എന്നുള്ളത് വൈകിപ്പിച്ച ആളുകളാണ് മറുപടി പറയുന്നത്. പൊതുസമൂഹത്തോട് പറയേണ്ടത് എന്തിനാണ്, ആരെയാണ് പേടിക്കുന്നത്? ഒരു നല്ലൊരു റിപ്പോർട്ടല്ലേ, എന്തിനാണ് ഇത് ഭയക്കുന്നത്? അത് ആ ഇടവേള തന്നെ പുതുതായിട്ട് കിടന്നു വന്ന പെൺകുട്ടികളെ സംബന്ധിച്ചോളം ഭയപ്പെടുത്തുന്നതാണ്. ഇനിയെങ്കിലും അത് മാറില്ല. സാറിന്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഇത്തരത്തിലുള്ളൊരു മലയാള സിനിമയിൽ നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? നമുക്കറിയാലോ, നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന നമ്മൾ ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാടുകൾ എന്ന് പറഞ്ഞാൽ വളരെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ചൊരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ ലൈംഗിക ദാരിദ്ര്യം, സെക്സിന്റെ പട്ടിണിയുള്ള സ്ഥലത്ത് അവിടെ ഇതൊക്കെ ഉണ്ടാവില്ല എന്ന് ധരിക്കുന്നവരാണ് വീട്ടിൽ. ഉണ്ടാവാൻ നല്ല സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് സിനിമ. കാരണം ആ സിനിമയിലേക്ക് നമ്മളൊക്കെ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പല കഥകളും ആ കഥകളിലെയൊക്കെ യാഥാർത്ഥ്യമാണ് ഏമാൻ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വന്നു. ഇത് തിലകൻ ചേട്ടൻ, ഞാൻ ഈ ഏമാൻ കമ്മിറ്റി റിപ്പോർട്ട് തിലകൻ ചേട്ടന്റെ ആത്മാവായിട്ടാണ് ഞാൻ കാണുന്നത്. ആ മനുഷ്യരൊക്കെ എന്നോ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പവർ കമ്മിറ്റിയെ കുറിച്ച് പരാമർശിക്കുന്നത്. ആ പവർ കമ്മിറ്റിയെ കുറിച്ചൊക്കെ ആ പേരല്ലെങ്കിലും ഇന്ന ആളുകൾ കൃത്യമായിട്ട് ഇത്ര എണ്ണം വരട്ടെയും പറഞ്ഞിട്ടുണ്ട്. ഈ ഏമാൻ കമ്മിറ്റി തിലകൻ ചേട്ടൻ ഉണ്ടാകുന്ന ജീവൻ കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അദ്ദേഹമൊക്കെ വരട്ടെ. ഈ സർക്കാരാണ് നല്ല നിലപാടുകളിലൂടെയാണ് കാര്യങ്ങൾ ഉദ്ധരിച്ചു വരുന്നത്. ഈ ഹേമ കമ്മിറ്റി വന്ന സമയത്ത് അമ്മയുടെ പ്രതികരണം പഠിച്ചിട്ട് പറയാമെന്നുള്ള രീതിയിലായിരുന്നു. ഇതിനോട് എന്താണ് പ്രതികരിക്കാന്നുള്ളത്? ഭക്ഷണത്തിന് അശ്ലീലത്തിന് പഠിച്ച പരീക്ഷ എഴുതാൻ ആരും ക്ഷണിച്ചിട്ടില്ല. പഠിച്ച പരീക്ഷ മാർക്ക് കൊടുക്കുന്ന ഏർപ്പാടല്ല. ഇതൊക്കെ പഠിക്കാൻ പറ്റും. 4 വർഷം കഴിഞ്ഞ് പൂർത്തിവെച്ച റിപ്പോർട്ട് കൃത്യമായിട്ട് ഏതൊരു മനുഷ്യൻ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. ഇനിയെങ്കിലും ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ, സംഘടനകളിലെ എല്ലാവരും ഇത്തരം വിഷയങ്ങളൊക്കെ അഡ്രസ് ചെയ്യാൻ പഠിക്കണം. നേരെ നിന്ന് അഡ്രസ് ചെയ്യാൻ പഠിക്കണം. ഇനി ഇങ്ങനെ മാറിപ്പോകാൻ. അപ്പോഴേ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് എല്ലാവരും നമ്മളൊക്കെ സഹായിക്കുന്ന ആളുകളെയും. പക്ഷെ ഇത്തരം സംഘടന എന്ന നിലയിൽ ഇത്തരം വിഷയങ്ങളൊക്കെ അഡ്രസ് ചെയ്ത് പഠിക്കണം. മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകളിൽ വളരെ കുറവാണെന്നുള്ള ഇതിലാണ് കാണിച്ചിരുന്നത്. അത് വിശ്വസിക്കുന്നുണ്ടോ? സ്ത്രീകൾക്ക് പ്രാധാന്യം കുറവാണ്, അല്ലെങ്കിൽ ലീഡ് റോൾസ് കിട്ടുന്നില്ല, അംഗീകാരം കിട്ടുന്നില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതിന് കാരണക്കാർ നമ്മളും കൂടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആദാമിന്റെ ഭാര്യയിൽ എന്നുള്ള സിനിമ ഇറങ്ങിയ സ്ഥലമാണ്. അങ്ങനൊരു സിനിമ വേൾഡും ഇന്ത്യൻ ലോക സിനിമാ ചരിത്രത്തിന് അപൂർവമായ ഒരു സിനിമയാണ്. ആ സിനിമയുടെ ക്ലൈമാക്സ് ഓർമ്മയുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, അത് കാണാത്തവരും കേൾക്കാത്തവരും ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് പറയാം. ഒരു പറ്റം സ്ത്രീകൾ റെസ്ക്യൂ ഹോമിൽ നിന്ന് പുറത്തേക്ക് ചാടുകയും സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന KG ജോർജിനെയും ക്യാമറയെയും സംഘത്തെയും തട്ടിമാറ്റി ഓടുകയും ചെയ്യുന്ന ക്ലൈമാക്സ്. അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ലോക സിനിമാ ചരിത്രത്തിൽ ഉണ്ടായിട്ട് അത്ര സിനിമ ഉണ്ടാക്കിയ, വിപ്ലവകരമായ സിനിമ ഉണ്ടാക്കിയ നാടാണ് ഈ മണ്ണാണ് കേരളം. അവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾക്ക് ഈ ചോദ്യം വർഷം ചോദിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ മുന്നോട്ടാണോ തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ ആണുങ്ങളുടെ ഫൈറ്റാണ് എപ്പോഴും കണ്ടത്. എന്തുകൊണ്ട് സ്ത്രീക്കൊക്കെ കമേഴ്ഷ്യൽ സിനിമ വരുമ്പോൾ കടന്നു പറയാൻ ആവശ്യപ്പെടുകയാണ്? എന്തുകൊണ്ട് സ്ത്രീക്ക് കുറച്ച് ഗുണ്ടകളൊക്കെ അടിച്ച വൃത്തിക്കൂടെ കുറച്ച് ഫൈറ്റ് ആയിട്ട് ആളുകൾ കാണിക്കുന്നുണ്ടോ? കാണും. സ്ത്രീകളൊക്കെ ഫൈറ്റൊക്കെ ചെയ്യണം, സ്ത്രീകളൊക്കെ അങ്ങനെയൊക്കെ മാറും. കമേഴ്ഷ്യൽ സിനിമ അങ്ങനെയും ചെയ്യാം. സ്ത്രീകളെ ഫൈറ്റ് കാരണം എന്താ, നമ്മൾ അച്ഛന്മാരായിട്ട് മാത്രം നമ്മൾ കണ്ടുള്ളൂ. നമ്മളങ്ങനെ ജീവിക്കും. അമ്മമാരായിട്ട് നമ്മൾ ശരിക്കും കണ്ടിട്ടില്ല. കാലം മാറും, തരും. നമ്മളെ പെങ്ങന്മാരും അമ്മമാരൊക്കെ ഇറങ്ങി അടിക്കുന്ന ഒരു കാലത്തേക്ക് ഒരു ജീവിത സാഹചര്യത്തിൽ വരുമ്പോൾ ആ സിനിമയ്ക്കുള്ള പ്രസക്തി നമുക്ക് മനസ്സിലാക്കും. പിണറായി സർക്കാരിനെ പ്രതിപക്ഷത്തിലെ അടിച്ചുകൊടുത്തിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വൈകിപ്പിക്കാൻ കാരണമായി. പക്ഷെ പിണറായി സർക്കാരിന്റെ ആർജവല്ലേ ഇതിപ്പോ പുറത്തിറങ്ങാനുള്ള ഒരു കാര്യം? പിണറായി സർക്കാരിനെ ആർജവം ആണെന്നൊക്കെ നമുക്ക് പിന്നെ പറയാം. കാരണം 4 വർഷം പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ആർജവത്തിന്റെ ഒരു ആഴം എത്രത്തോളം ഉണ്ട് നമ്മളെ സംശയത്തിൽപ്പെടുത്തുന്നത്. ഇനി ആർജവം ഉണ്ടോ എന്ന് തെളിയിക്കേണ്ടത് അവർ തന്നെയാണ്. കാരണം യഥാർത്ഥ ഇടതുപക്ഷമായിട്ട് മാറേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇതിനോടനുബന്ധിച്ചുള്ള നടപടികൾക്കനുസരിച്ച്
ഈ സിനിമയിലേക്ക് പോകും. ഞാനൊരു ഷെയറിന് ഞാൻ सर 1980 में साल का सुपरस्टार इन 2024 सुपरस्टार ಈ ಕನ್ನಡ ಸಾರ್ ಇಪ್ಪತ್ತು ಅಂದ್ರೆ ಸಾರ್ ಬಿಸ್ನೆಸ್ ಆಕ್ಷನ್ ಅಂಡ್ ಫೈಟ್ ಮಾಡಿ ಸರ್ ಕೊಟ್ಟಿருக்கு இந்த போடி இந்த மாதிரி கதை லாக்கியாஸ் மம்முக அசை சாரங்கள் மெயின் பண்ணுங்க இந்த சீக்ரெட் வேணும்னு சொல்லுவாங்க இல்லை ஜஸ்ட் ஒரு ஹாஃப் அன் ஹவர் முன்னாடி இதே கொஸ்டின் ஆன்சர் பண்ணேன். சம்படி மேல இருந்து உங்களை தே லைக் கடவுள் ஆல்மைட்டி இட்ஸ் எ கிஃப்ட். இன்னொன்று என்னன்னா உங்கள் பேரண்ட்ஸ் அப்பா அம்மாவுடைய ஆசீர்வாதம் எப்போ இருக்கணும். அது எப்போ இருக்கணும்னா நீங்கள் அப்பா அம்மாவை நல்லா பார்த்துக்கணும். சின்ன வயசுல அவங்க நம்மளை எப்படி பார்த்துக்கிட்டாங்களோ அவங்கள அவங்க வயசானதுக்கப்புறம் நம்ம பார்த்துக்கணும். லைஃப் இஸ் இட் கோஸ் ஆன். யாரும் பர்மனெண்ட்டாக இருக்க போகிறது. ஸோ மேலே இருந்து அவங்களுடைய ஆசீர்வாதம் இருந்தாலும் நல்லா இருக்கும். ப்ளஸ் கொஞ்சம் டிசிப்ளின் இருக்கணும். சாப்பிட்றதுல கொஞ்சம் எக்ஸசைஸ் பண்ணுறதுல வே ஆஃப் திங்கிங் முக்கியமான சாப்பாடு